അങ്ങനെ ഇപ്പോൾ ആ റെഡ് സ്കള്ളിനെയും മോഡോക്കിനെയും പിടികൂടുവാനായി നമ്മുടെ അവെഞ്ചേഴ്സ് ഒരു പ്ലെയിനിൽ കയറി അന്റാർട്ടിക്കയിലേക്ക് പോവുകയാണ്. കാരണം അവിടെയാണ് റെഡ് സ്കള്ളും മോഡോക്കും ഉള്ളതെന്ന് നമ്മുടെ അയൺമാൻ കണ്ടെത്തിയിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അന്ന് ക്യാപ്റ്റൻ അമേരിക്കയെ കൊന്ന റെഡ് സ്കള്ളിനെയും കൊണ്ട് മോഡോക്ക് ഒരു പോർട്ടൽ വഴി അവിടെ നിന്ന് പോയിരുന്നുവല്ലോ. അപ്പോൾ ആ പോർട്ടലിന് സഹായിച്ച ടാക്യോൺ പാർട്ടിക്കിൾസിനെ ഉപയോഗിച്ചാണ് അയൺമാൻ മോഡോക്കിനെയും റെഡ് സ്കള്ളിനെയും കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ അവെഞ്ചേഴ്സ് ആ സ്ഥലത്ത് എത്തിയതും അപ്പോൾ തന്നെ റെഡ് സ്കള്ള് മിസൈലുകൾ അവെഞ്ചേഴ്സിൻ്റെ ആ പ്ലെയിനിന് നേരെ അയക്കുന്നു. അന്നേരം തന്നെ തോറും അയൺമാനും വളരെ സിമ്പിളായ മിസൈലുകളെല്ലാം നശിപ്പിച്ച് കളയുകയാണ്. പക്ഷെ പെട്ടെന്ന് ആ പ്ലെയിനിനെ മോഡോക്ക് കൺട്രോളിലെടുക്കുന്നു. എന്നിട്ട് ആ പ്ലെയിനിനെ ആ മോഡോക്ക് പൊട്ടിത്തെറിപ്പിക്കുകയാണ്. പക്ഷെ നമ്മുടെ അവെഞ്ചേഴ്സിന് ആ പൊട്ടിത്തെറിയിൽ ഒന്നും സംഭവിക്കുന്നില്ല. അവർ വളരെ സിമ്പിളായി അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ നേരെ റെഡ് സ്കള്ളിൻ്റെ ആളുകൾ വരുന്നത് കണ്ടതും ഹോക്കൈ അയൺമാനോട് ഇനി എന്തുവാ നിൻ്റെ പ്ലാൻ എന്ന് ചോദിക്കുന്നു. അപ്പോൾ തന്നെ അയൺമാൻ ഒറ്റ പ്ലാനേ ഉള്ളതെന്നും അതെന്താണെന്ന് വെച്ചാൽ ഒന്നും നോക്കണ്ട, നമ്മുടെ നേരെ വരുന്നതിനൊക്കെ അടിച്ചു തെറിപ്പിക്കാൻ ഹോക്കൈയോടും ബാക്കിയുള്ളവരോടും പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ അവെഞ്ചേഴ്സ് ആ റെഡ് സ്കള്ളിൻ്റെ ആളുകളുമായി ഫൈറ്റ് ചെയ്യുകയാണ്.